ഷൂട്ടില്ല. വരുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പേര് വെച്ചത് തന്നെ. പക്ഷെ അവർക്ക് വരാത്തതിൽ വിഷമമുണ്ട്. ഡയാന കൂട്ടുകാരിക്ക് ബിഗ് ബോസ് കപ്പ് കിട്ടിയല്ലോ, എന്താ പറയാനുള്ളത്? നമുക്ക് നമ്മള് കാത്തിരുന്നൊരു മൊമെന്റ് കളിയാക്കി അവിടെ ചെന്ന്. അതെ അതെ, നമ്മളെല്ലാരും കൂടെ കൂടിയായിരുന്നു. എല്ലാവരും സംസാരിച്ചതാണ് നമ്മൾ. പക്ഷെ കപ്പിനെ പറ്റി ഒന്നും സംസാരിച്ചു. പക്ഷെ പറഞ്ഞു ഒരു കപ്പും കൊണ്ടേ വരാവൂന്ന്. ആക്ച്വലി അവസാന ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടമായി, നമുക്ക് ഭയങ്കര ടെൻഷനായി. നമുക്ക് എങ്ങനെയെങ്കിലും കപ്പ് അവൾ എടുത്തേ പറ്റത്തുള്ളൂ എന്നൊരു വാശി പോലെയായിരുന്നു. കാരണം എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചത് ഭയങ്കര ഒരു ഇതായിപ്പോയല്ലേ. പക്ഷെ നമ്മളെ കുറിച്ച് നന്നായിട്ട് പിടിച്ചു നിൽക്കണമല്ലോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ 100 ദിവസം നിൽക്കണം എന്നുള്ളത്. ഭയങ്കര ഒരു ആഗ്രഹം, ഭയങ്കര വാശിയായിരുന്നു. അതാണ് ഞാൻ പിടിച്ചു നിന്നത്. വാശിയുണ്ട് നിൽക്കണേ 100 ദിവസത്തേക്ക് ഔട്ടായി പോകരുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് വിറ്റായി പോകരുന്നുള്ളത്. പ്രാർത്ഥനയോടെയായിരുന്നു, ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ഞാൻ അതിനകത്ത് ആക്ച്വലി അറിയാൻ പോകുന്നതിന് മുന്നേ ഭയങ്കര ഡിറ്റർമിൻഡ് ആയിരുന്നു, ഭയങ്കര പർട്ടിക്കുലർ ആയിരുന്നു. അതായത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും അവളുടേതായ കോൺട്രിബ്യൂഷൻസ് ആ ഹൗസിൽ കൊടുത്തിരിക്കും എന്നുള്ളത് അല്ലേ. അതെ, പിന്നെ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്ത് വന്നവരല്ലേ, അപ്പം നമുക്കറിയാം എന്താണ്. പിന്നെ നമ്മൾ ശരിക്കും നമ്മൾ ആ വീട്ടിൽ ജീവിക്കുകയായിരുന്നു. ഞാൻ ആ വീട്ടിൽ ജീവിക്കുകയായിരുന്നു. ഗെയിമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമും ഉണ്ട്, ഒപ്പം ജീവിക്കുകയും കൂടെ വേണമല്ലോ. കണ്ടന്റ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ വന്നതിന് ശേഷം അറിയുന്നത് കൂടുതലും പ്രൊമോയിൽ ഫുള്ളും നീയായിരുന്നു പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ വരുന്നതാണ്, അതൊരു ഗെയിമായിട്ട് ഞാൻ എടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാലും നന്നായി. നമ്മൾ കാണുന്നതല്ല, അതിലപ്പുറം അവിടെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴോ ഓക്കെ അങ്ങനെയായിരുന്നു വന്നത്, അതല്ല വന്നത്, ഇതാണ് വന്നത്, അങ്ങനെയൊക്കെ ഇപ്പം പിന്നെ ലൈവ് കാണുന്നവർക്ക് ചിലപ്പോൾ കൂടുതൽ മനസ്സിലാവും ഓരോരുത്തരുടെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നന്നായിട്ട് കളിക്കുന്നു എന്നൊക്കെ മനസ്സിലാവും. പക്ഷെ എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സീസണിൽ എല്ലാവരും എന്താ വേണ്ടത്. പിന്നെ അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ എല്ലാവരും റീ എൻട്രി ഇത്രയും ദിവസം നിൽക്കാൻ പറ്റുന്നതിന് വലിയൊരു കാര്യമായിരുന്നു. അടിപൊളിയായിരുന്നു. എന്നാലും ഫൈനൽ 5 നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതിൽ നമുക്ക് നമ്മുടെ കൊച്ചു തന്നെ മേടിക്കണം എന്നുള്ളൊരു വാശി പ്രേക്ഷകർക്ക് അറിയാം. പ്രേക്ഷകർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പ്രാർത്ഥന, ഒരുപാട് പേരുടെ പ്രാർത്ഥന, ഒരുപാട് പേര്, അതായത് ഒരു ഫാമിലി ഉള്ളവർ അവിടെ വേറെ റിലേറ്റീവ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ നമ്പർ ലീക്കായ സമയത്താണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫാമിലി ഒരുപാട് പ്രാർത്ഥിച്ചു എന്ന്. അപ്പൊ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചിരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നതും കരയുന്നതും പിന്നെ അമ്പലത്തിൽ പോയി നേർച്ച അതൊക്കെ കിട്ടാൻ വേണ്ടി. ആ സമയത്ത് ഞാൻ അബ്രോഡ് ആയിരുന്നു. അവിടെ മിഡിൽ ഈസ്റ്റ് അറിയാമല്ലോ, ഫുൾ ഓഫ് മലയാളീസ്. അവിടെ ഒത്തിരി മലയാളീസ് എല്ലാവരും ഓടി വന്ന് അവർക്കറിയാം, ഫ്രണ്ട്സ് എന്നുള്ള അറിയാമെന്നുള്ള ഒത്തിരി ഓടി വന്നിട്ട് ഹൗസിനെ പറ്റി കപ്പടിക്കുന്ന പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആരാധകരായാലും സപ്പോർട്ടായാലും ഉണ്ടായിരുന്നു. അന്ന് വന്നപ്പോ കുറെ പേര് കമന്റ് ഇട്ടിരിക്കുകയല്ലേ, വിളിച്ചോണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് PR കൊണ്ടുവന്നതാണെന്ന്. PR ഇറക്കിയതാണ് നാഗർകോവിലിൽ ആൾക്കാർ. അതുകൊണ്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അറിയാലോ. പറയുന്നവര് പറയട്ടെ. പിന്നല്ല, പറയുന്നവര് പറഞ്ഞോട്ടെ, അത്രേ ഉള്ളൂ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. സന്തോഷം.